ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, 17ാമത്തെ അധ്യായം ദേശീയ വരുമാനം, സാമ്പത്തിക വളർച്ച, മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്ന അധ്യായമാണ് ഇന്ന് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ പറഞ്ഞു വെക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എങ്ങനെയാവണമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തിന് ഏത് വിധത്തിലുള്ള പുരോഗതിയാണ് ഉണ്ടാവേണ്ടത് എന്നും അതിനപ്പുറത്തേക്ക് ആ രാജ്യത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ ആരോഗ്യനില, അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരു കഴിവ് എങ്ങനെയൊക്കെ ഉണ്ടാവണം, അതിനെന്തെല്ലാമാണ് ഓരോ ഗവൺമെൻറ്റുകളും ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഏതൊരു രാജ്യത്തിനും പുരോഗതി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ രാജ്യത്തിന് അകമഴിഞ്ഞ വരുമാനം ഉണ്ടാവണം. ഓക്കെ, ഒരു രാജ്യത്തിന് വരുമാനം നന്നേ കുറവാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ആ രാജ്യത്ത് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പം അതുപോലെ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. രാജ്യത്ത് വരുമാനം കൂടുന്നതിനനുസരിച്ചാണ് എന്തിന് ചെയ്യുക? ആ രാജ്യത്തിൻ്റെ ആരോഗ്യനില എന്ന് പറയുമ്പോൾ സർവ്വ മേഖലയിലുമുള്ള അതിൻ്റെ ആ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഹെൽത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി വരുമാനം വേണമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാലോ വരുമാനം മാത്രം വർദ്ധിച്ചതുകൊണ്ട് അവിടെ കാര്യമില്ല. ജനങ്ങളുടെ ജീവിത ഗുണനിലവാരത്തിലും എന്തുണ്ടാവണം? അവിടെ ഉയർച്ച ഉണ്ടാവണം. മാനവ വിഭവശേഷി വികസിക്കുകയും വേണം. ദേശീയ വരുമാനം ആ കാര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ദേശീയ വരുമാനം എന്താണ്, അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. ഇപ്പം നമ്മൾ തത്വത്തിൽ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് എന്തിലാണ്? ആ രാജ്യത്തിനകത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആരോഗ്യനിലയും അതേപോലെ ആ രാജ്യത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അതല്ലെങ്കിൽ വളർച്ച എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിലെ ആദ്യ ടേമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന ആകെ തുകയാണ് പറഞ്ഞത്. ഒരു രാജ്യത്ത് ആ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന ആകെ തുകയാണ്. ആ സാധനങ്ങൾ എന്താവണമെന്നില്ല, വിൽക്കണം എന്നില്ല. ഇപ്പോൾ രാജ്യത്തിനകത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതൊന്നും വിൽക്കണം എന്നില്ല, രാജ്യത്ത് ഉണ്ടായാൽ മതി. അതുപോലെ സേവനങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുന്ന സർവീസുകൾ ഉണ്ടാവും. അത് എന്തില്ല, അവർ ചിലപ്പോൾ കൊടുക്കണം എന്നില്ല. അങ്ങനെ നമ്മൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി നിർമ്മിച്ചെടുത്ത ആ പ്രൊഡക്റ്റുകളുടെയും സർവീസസിനെയും കൂട്ടിക്കഴിഞ്ഞാൽ ആകെ എത്ര രൂപ കിട്ടും, അതിനെയാണ് അവിടെ ആ ദേശത്തിൻ്റെ വരുമാനം, ദേശീയ വരുമാനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മുടെ വരുമാനം നമുക്ക് ലഭിക്കുന്ന ഏരിയകൾ പ്രധാനമായിട്ടും 3 തരംതിരിക്കുന്നുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ 3 മേഖലയായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അതിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കൃഷിയാണ്, കാർഷിക മേഖലയാണ് അവിടെ പറയുന്നത്. ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ വ്യാവസായിക മേഖലയും തൃതീയ മേഖല എന്ന് പറയുമ്പോൾ സേവന മേഖലയുമാണ്. അപ്പം അതല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തൊഴിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു മേഖലകൾ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താൽ മതി. ഇപ്പം അല്ലെങ്കിൽ നമ്മളെ അച്ഛന്മാർ, നമ്മുടെ ആളുകളൊക്കെ ഏത് തൊഴിലാണ് ചെയ്യുന്നത്? അവർ പ്രാഥമിക മേഖലയാണോ, ദ്വിതീയ മേഖലയാണോ, തൃതീയ മേഖലയാണോ എന്നൊന്ന് ജസ്റ്റ് തരംതിരിക്കുക. ഒരു 5 ആളുകൾ നിങ്ങൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ കണ്ടെത്താൻ കഴിയും. ഇനി ഈ ദേശീയ വരുമാനം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ പറയുകയാണ്, എന്തിനാണ് ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നത്, അതല്ലെങ്കിൽ ഇത് കണക്കാക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള ഭാഗങ്ങളാണ് പോയിൻ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒന്ന്, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമുക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് മനസ്സിലാക്കാൻ പറ്റും. ദേശീയ വരുമാനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ഒരു വർഷത്തിലെ. അപ്പോൾ എന്തുണ്ടാവും? അത് കുറവാണെങ്കിൽ എവിടെ നിന്നുണ്ടാവും? വരുമാനം കുറവാണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ വരുമാനം കൂടുതലാണെന്നും പറയാൻ പറ്റും. അപ്പോൾ എന്തുണ്ടാവും? ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ, ഗുഡാണോ ബാഡാണോ, അല്ലെങ്കിൽ നല്ലതാണോ ചീത്തയാണോ, ഉയർന്നാണോ താഴ്ന്നാണോ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ഇത്തരം ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ അത് ഏതെല്ലാം പദ്ധതികളിലേക്കാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പദ്ധതി ആസൂത്രണങ്ങൾക്ക് അത് ഒരു കാരണമാകുന്നു. വിവിധ മേഖലകളുടെ സംഭാവനകൾ അറിയാൻ പറ്റും. നമ്മൾ മേഖലകൾ 3 പറഞ്ഞു: പ്രാഥമികം, ദ്വിതീയം, തൃതീയം. അതിൽ ഏത് മേഖലയിൽ നിന്നാണ് കൂടുതൽ വരുമാനം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മേഖലയിൽ നിന്നാണ് കുറവ് വരുമാനം ലഭിക്കുന്നത് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
മാത്രമല്ല സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പറ്റും. സമ്പദ് വ്യവസ്ഥ എന്താണെന്നുള്ളത് പ്രധാനമായിട്ടും 3 എണ്ണം പറയുന്നുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് ഭാഗത്തായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടുന്ന് പ്രശ്നം നമ്മൾ ആ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗുണമാണോ ഉണ്ടായത് അല്ലെങ്കിൽ ദോഷമാണോ ഉണ്ടായത് എന്നൊക്കെ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് നല്ലതാണോ ചീത്തയാണോ എന്ന് പഠിക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് ദേശീയ വരുമാനം കിട്ടുമ്പോൾ അത് മറ്റു രാജ്യങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കാൻ, താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ളതാണ് അടുത്ത ഒരു ഭാഗം പറയുന്നത്. ഇതൊക്കെ ദേശീയ വരുമാനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ വിപണന മൂല്യമാണ്. നമ്മൾ ഫസ്റ്റ് ദേശീയ വരുമാനം പറയുമ്പോൾ ആ രാജ്യം നിർമ്മിക്കുന്ന പ്രൊഡക്റ്റാണ്. അത് ആ രാജ്യത്തിന് ഉള്ളിൽ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഇന്ത്യൻ്റെ കമ്പനി അമേരിക്കയിലുണ്ടാവും, അല്ലെങ്കിൽ വേറെ ജർമ്മനിയിലുണ്ടാവും. അതൊക്കെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ്റെ പ്രൊഡക്റ്റുകൾ. അപ്പോൾ നമ്മൾ ചില ഫോണുകളൊക്കെ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ എന്തുണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലാണ്, അതല്ലെങ്കിൽ ചിലപ്പോൾ അത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നേക്കാം. പക്ഷേ എന്തുണ്ടാവും യഥാർത്ഥത്തിൽ അതിൻ്റെ മേഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, മേഡ് ഇൻ ജപ്പാൻ, മേഡ് ഇൻ ചൈന, മേഡ് ഇൻ റഷ്യ എന്നൊക്കെ മേഡ് ഇൻ തായ്വാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ എന്താണ് ഇവിടെ ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ ഭൂഗോളത്തിൽ ആ രാജ്യത്തിന് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പാദനങ്ങളും സേവനങ്ങളും വരും. ഇവിടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ അത് ആ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ളിലായിരിക്കണം എന്നുള്ളതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ വിപണന മൂല്യമാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ എക്സാമിന് GDPൻ്റെ എക്സ്പാൻഷൻ ആവും ചോദിക്കുക. ഓക്കെ, ദെൻ അതേപോലെ മറ്റൊന്നാണ് മൊത്ത ദേശീയ ഉൽപ്പാദനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മൊത്ത ദേശീയ ഉൽപ്പാദനം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ GNP എന്നുള്ളതാണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ് പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ. മറ്റേതെന്തായിരുന്നു, നമ്മൾ ആകെ പ്രൊഡക്റ്റുകളെ കൂട്ടാണ്. ഇതെന്തുണ്ടാവും, നമ്മൾ നിർമ്മിക്കുന്നുണ്ട്, ചിലപ്പോൾ അതിൽ നല്ലത് വരും, ചിലപ്പോൾ ചീത്തത് വരും, ചിലപ്പോൾ കേട് വന്നത് വരും. അപ്പം നമ്മൾ ആ പറ്റാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളെ അങ്ങ് മാറ്റി നിർത്തി വിൽക്കാൻ പറ്റുന്നതായിട്ടുള്ള സാധനങ്ങളെ മാത്രം എടുത്തുകൊണ്ട് അതിൻ്റെ പ്രൊഡക്റ്റ് നിശ്ചയിക്കുന്ന രീതിയാണ് GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അറ്റ ദേശീയ ഉൽപ്പാദനം എന്ന് പറയുന്നതാണ് അടുത്ത് വരുന്നത്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അത് മൊത്തം ദേശീയ ഉൽപ്പാദനത്തിൽ നിന്നും തേയ്മാന ചിലവ് കുറക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെന്താണ് രാജ്യത്തിൻ്റെ അകത്തോ അതല്ലെങ്കിൽ പുറത്തോ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയാം, ഒരു രാജ്യത്തിനകത്ത് ഒരു ആകെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി 100 രൂപയാണ് കോസ്റ്റ് വരുന്നത് എന്ന് ചിന്തിക്കുക. അപ്പോൾ അതിൽ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, മെഷീനറീസ് ഉപയോഗിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആ മെഷീനറീസിൻ്റെ ഉപയോഗം, സാധനങ്ങൾ വാങ്ങിയ ചിലവും അങ്ങനെ ഒരു 50 രൂപ നമ്മൾ ആ ചിലവിനത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം 50 രൂപയാണ്. അതാണ് അവിടെ പറയുന്നത്. ആ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനത്തിൽ നിന്നും തേയ്മാന ചെലവ്, നമുക്ക് വന്ന ചെലവുകളുണ്ടല്ലോ, ആ ചെലവ് കുറച്ചിട്ട് ബാക്കി കിട്ടുന്നതിന് എന്താക്കുക, നമ്മുടെ ദേശീയ വരുമാനമായിട്ട് കണക്കാക്കാൻ പറ്റും. ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഓരോരോ മാർഗ്ഗങ്ങളാണ് ഈ പറയുന്നത്. ഈ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം വഴി നമുക്ക് കണക്കാക്കാൻ പറ്റും, മൊത്ത ദേശീയ ഉൽപ്പാദനം വഴി കണക്കാക്കാൻ പറ്റും, അറ്റ ദേശീയ ഉൽപ്പാദനം വഴി. ഇങ്ങനെ ഒരു 3 ഫോർമുല വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് അവിടെ തന്നെ ദേശീയ വരുമാനം മറ്റൊരു രൂപത്തിൽ പറയുന്നുണ്ട്, അറ്റ ദേശീയ ഉൽപ്പാദനം. അറ്റ ദേശീയ ഉൽപ്പാദനം നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ടോട്ടൽ പ്രൊഡക്റ്റിൽ നിന്നും തേയ്മാന ചെലവ് കുറക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അറ്റ ദേശീയ ഉൽപ്പാദനം. ആ ദേശീയ ഉൽപ്പാദനം കുറക്കുന്ന ആ ഒരു ഭാഗത്തു നിന്നും പരോക്ഷ നികുതി കുറക്കുകയും സബ്സിഡികൾ കൂട്ടുകയും ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ദേശീയ വരുമാനം എന്നാണ് പറയുന്നത്. അപ്പോൾ അറ്റ ദേശീയ ഉൽപ്പാദനത്തിൽ നിന്നും പരോക്ഷ നികുതിയും അതോടൊപ്പം ആ പരോക്ഷ നികുതി കുറക്കുകയും വേണം, ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡികൾ കൂട്ടുകയും ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ദേശീയ വരുമാനം എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം എന്നുള്ളതാണ് അടുത്ത ഒരു ഭാഗത്ത് പറയുന്നത്. പ്രതിശീർഷ വരുമാനം എന്താണ് എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. ദേശീയ വരുമാനത്തെ
രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 100 രൂപയാണ് നമുക്ക് ഒരു രാജ്യത്തിനകത്ത്. അപ്പം ഈ രാജ്യം നമുക്ക് ഒഴിവാക്കാം, നമ്മുടെ കുടുംബമാക്കാം. കുടുംബത്തിന് നോക്കാം, ഒരു ദിവസം 100 രൂപയാണ് ആ കുടുംബത്തിൻ്റെ വരുമാനമെങ്കിൽ ആ കുടുംബത്തിൽ 10 ആളുണ്ട് എന്നുണ്ടെങ്കിൽ 100 രൂപനെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 10 രൂപ കിട്ടും. അപ്പോൾ അവിടുത്തെ ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് 10 രൂപയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ടോട്ടൽ ദേശീയ വരുമാനം അതല്ലെങ്കിൽ നാഷണൽ ഇൻകം എത്രയാണോ ആ ഇൻകത്തിനെ അവിടുത്തെ ആകെ ജനസംഖ്യ എത്രയാണോ അതുകൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയാണ് അവിടെ എന്ന് പറയുന്നത് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസി ഏതാണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO എന്ന് പറയുന്ന ഒരു രീതിയാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ പ്രതിശീർഷ വരുമാനം എന്താണെന്ന് പറഞ്ഞു. ഇതൻ നമ്മൾ പറയുന്നത് ഈ ഒരു ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഉൽപാദന രീതി, രണ്ടാമത്തേത് വരുമാന രീതി, മൂന്നാമത്തേത് ചെലവ് രീതി. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കാറുള്ളത്. അതിലൊന്നാമത്തെയാണ് ഉൽപാദന രീതി എന്ന് പറയുന്നത്. ഉൽപാദന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ വിപണന മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ ആദ്യ ദേശീയ വരുമാനം എങ്ങനെ കണക്കാക്കാമെന്ന് പറഞ്ഞല്ലോ, സെയിം മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ ഓരോ ഉൽപാദന ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധനവ് കണക്കാക്കിയാണ് ഇവ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മൂല്യവർദ്ധിത രീതി എന്നും പറയപ്പെടുന്നുണ്ട്. ഉൽപാദന രീതിയെ മൂല്യവർദ്ധന രീതി എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണെങ്കിൽ അതിനുള്ള ഉത്തരമാണ് പറയുന്നത്, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഓരോ ഉൽപാദന ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധനവ് കണക്കാക്കിയാണ് ഇവ കണ്ടെത്തുന്നത്. അതിനാലാണ് ഇവയെ മൂല്യവർദ്ധന രീതി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെയാണ് വരുമാന രീതി എന്ന് പറയുന്നത്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായിട്ടുള്ള പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ദേശീയ വരുമാനം കണ്ടെത്തുന്നത്. വരുമാന രീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം ഇവയ്ക്ക് കിട്ടുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം ഇവയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വരുമാന രീതിയിലൂടെ കണ്ടെത്തുന്നത്. ദെൻ ചെലവ് രീതി എന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് വരുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരുമെല്ലാം ചെലവഴിക്കുന്ന ആകെ തുകയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചെലവ് രീതി കണ്ടെത്തുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ ആ രാജ്യത്തിലുള്ള വ്യക്തികളും അതേപോലെ സർക്കാരും ഒക്കെ എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് കണ്ടെത്തുന്നത്, ഇവിടെ ദേശീയ വരുമാനം കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ദെൻ പിന്നീട് പറഞ്ഞ നമ്മൾ രണ്ടാമത്തെ ടേം സാമ്പത്തിക വളർച്ച. ഒന്നാമത്തെ നമ്മൾ ദേശീയ വരുമാനമാണ് ചർച്ച ചെയ്തതെങ്കിൽ എന്താണ് ദേശീയ വരുമാനം, അതുകൊണ്ടുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കി ഇതിനകത്ത് കണക്കാക്കാനുള്ള മെത്തേഡുകൾ, പ്രധാനപ്പെട്ട മെത്തേഡുകളും ഏതൊക്കെയാണെന്ന് നോക്കി ആ ഒരു സംഘം അല്ലെങ്കിൽ ആ ഒരു ദേശീയ വരുമാനം എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ആ വരുമാനം കണ്ടെത്തുന്ന ഏജൻസി ഏതാണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ കണ്ടെത്തുന്ന ഓർഗനൈസേഷനാണ് കണ്ടെത്തുന്നതെന്ന് പറഞ്ഞു. അതിന് രണ്ടാമത്തെ ടൈമാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ചുണ്ടാകുന്ന വർധനവാണ് സാമ്പത്തിക വളർച്ച. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ 100 രൂപയാണ് കിട്ടിയതെങ്കിൽ അടുത്ത വർഷം അത് 110 ആണെങ്കിൽ അവിടെ എന്താണ്, സാമ്പത്തിക വളർച്ചയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയിലും ചരക്ക് സേവനങ്ങളുടെ ഉൽപ്പാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ചിട്ട് എന്തുണ്ടാവണം, ഉയർച്ച ഉണ്ടാവണം. എങ്കിൽ നമുക്കതിനെ സാമ്പത്തിക വളർച്ച എന്ന് പറയാൻ വേണ്ടി പറ്റും. ദെൻ അങ്ങനെ ആ ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഉണ്ടാകുന്ന കുറച്ച് സിമ്പിൾസ് ഉണ്ട്. നമുക്ക് എന്ത് പറയാൻ പറ്റും, ചില കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും അവിടെ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മളെ ഫാമിലി ആണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ വസ്ത്രധാരണകൾ, അതല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ്, അതല്ലെങ്കിൽ വെഹിക്കിൾസ്, നമ്മളെ വീട്,
അതൊക്കെ നോക്കിയിട്ട് ആളുകൾ പറയും ആള് സമ്പന്നനായിട്ടുണ്ട് എന്ന് പറയും. അതേപോലെ എന്തെങ്കിലും ആ രാജ്യത്തിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ രാജ്യം സാമ്പത്തിക വളർച്ചാ നിരക്കിൽ മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്ന് പറയാൻ പറ്റും. അതിലുള്ള കുറച്ച് ഭാഗമാണ് അവിടെ പറയുന്നത്. ഒന്ന്, പ്രതിശീർഷ വരുമാനം, ആ രാജ്യത്തുള്ള അംഗങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൂടുതലാണ് എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, വികസന സൂചിക മുന്നോട്ടാണെന്ന് പറയാൻ പറ്റും. ദെൻ ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഒക്കെ നല്ല രീതിയിലാണ് പോകണമെങ്കിലും അവിടെ എന്ത് ചെയ്യാൻ പറ്റും, സാമ്പത്തിക വളർച്ച മുന്നോട്ടാണ് എന്ന് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ മാനവ വികസന സൂചിക, മനുഷ്യൻ്റെ ഹെൽത്ത്, അതല്ലെങ്കിൽ അധ്വാനിക്കാനുള്ള ശേഷി, അതും എന്തുണ്ട്, അത്യാവശ്യം നമുക്ക് പറയാൻ പറ്റും ആ രാജ്യത്ത് വാർദ്ധക്യം ചെന്നവർ കുറവൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അല്ലെങ്കിൽ ചെറുപ്പക്കാർ കൂടുതലാണെങ്കിൽ അവർക്ക് അധ്വാന ശേഷി കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടാവും, പോസിറ്റീവായിട്ടുള്ള ഗുണം വരും എന്നുള്ളതാണ്. ഇതിന് സന്തോഷ സൂചിക, മാനവ വിഭവശേഷി വികസനം, സന്തോഷം, അവിടെ എന്താണ് പ്രശ്നങ്ങളൊന്നും, ആഭ്യന്തര കലാപം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജനങ്ങൾ ഹാപ്പിയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. ഇതിന് മനുഷ്യന് ആ വിഭവശേഷി എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്നറിയുമ്പോഴും അവരെന്താണ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് അതിന് വികസന സൂചിക നല്ലതാണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് അവിടുത്തെ സ്വത്തുവകകളോ അതല്ലെങ്കിൽ മിഷനറി ഐറ്റംസുകളോ അതല്ലെങ്കിൽ അവിടുത്തെ ഭൂപ്രകൃതികളോ ഒന്നുമല്ല. ഓരോ രാജ്യത്തിൻ്റെയും യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ്. കാരണം ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല, എന്ത് വേണം, ഈ ജനങ്ങളാണ് ആ വിഭവങ്ങളെ എല്ലാം എന്ത് ചെയ്യേണ്ടത്, യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അത് എങ്ങനെ ചെയ്യുന്നുവോ അതിനനുസരിച്ചിട്ടാണ് അവിടുത്തെ ഔട്ട്പുട്ട് അതല്ലെങ്കിൽ ഇൻകം വർദ്ധിക്കുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, ആ രാജ്യത്തിനകത്തുള്ള ജനങ്ങൾ തന്നെയാണ്. മനുഷ്യൻ്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെയാണ് മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ഇവിടെ ദേശീയ വരുമാനം എന്താ എന്ന് പറയുന്നുണ്ട്, സാമ്പത്തിക വളർച്ച എന്താ എന്ന് പറയുന്നുണ്ട്, മൂന്നാമത്തെ ഭാഗമായിട്ട് മാനവ വിഭവശേഷി മാനവ വിഭവ വികസനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാനവ വിഭവ വികസനം എന്ന അല്ലെങ്കിൽ മാനവ വിഭവശേഷി വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ്റെ കായികവും മാനസികവുമായിട്ടുള്ള കഴിവുകൾ ഉയരുക എന്നുള്ളതാണ്. ഇപ്പം എന്താണ്, ഒരാൾക്ക് ഭയങ്കര ശക്തിയുണ്ട് പക്ഷെ അദ്ദേഹം എന്താണ് ഒരു ബുദ്ധി ഇല്ലാത്ത ആളാണെങ്കിൽ എന്ത് പറയാൻ പറ്റില്ല, ആ മനുഷ്യന് മാനവ വിഭവശേഷി, അദ്ദേഹത്തിന് വിഭവശേഷി ഇല്ല എന്ന് പറയാൻ പറ്റും. ഈ നേരെ മറിച്ച് എന്താണ്, അദ്ദേഹത്തിന് ബുദ്ധിപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എന്താണ് കായികപരമായിട്ട് കൈകാലുകൾക്ക് അതല്ലെങ്കിൽ മനുഷ്യൻ്റെ അവയവങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുണ്ടെങ്കിലും അവിടെ എന്ത് പറയാൻ പറ്റില്ല, അദ്ദേഹം യഥാർത്ഥത്തിലുള്ള വിഭവശേഷി കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്ത് വേണം, അദ്ദേഹത്തിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉയർച്ചയാണ് അതല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജിയെയാണ് അവിടെ മാനവ വിഭവശേഷി വികസനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ മാനവ വിഭവശേഷി എങ്ങനെയാണ് വികസിക്കുക, അത് രണ്ട് പ്രോസസ്സ് അതല്ലെങ്കിൽ രണ്ട് വഴികളിലൂടെയാണ് അത് വികസിക്കുക. വിദ്യാഭ്യാസം അതുപോലെ ആരോഗ്യ പരിപാലനം, ഈ രണ്ട് മെത്തേഡിലാണ് അതെന്താവുക വളരുന്നത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം എന്നിവയിലൂടെയാണ് മാനവ വിഭവശേഷി വികസിക്കുന്നത്. ഇതിവിടെ അവിടെ നമുക്കൊരു ഫ്ലോ ചാർട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത് അതിന് ഗണപരമായ സ്വാധീന ഘടകങ്ങളും ഉണ്ട്, അതേപോലെ ഗുണപരമായ സ്വാധീന ഘടകങ്ങളും അതിനുണ്ട്. അതിൽ ഗണപരമായ അതിൻ്റെ എണ്ണം കൊണ്ട്, ഗണം എന്ന് പറയുമ്പോൾ അതിൻ്റെ എണ്ണാണ്, ഗുണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയാണ്. നമുക്ക് അത് അളക്കാൻ പറ്റൂല, അതിൻ്റെ ക്വാളിറ്റിയാണ് ഉണ്ടാവുക. ഗണപരമായ സ്വാധീന ഘടകം എന്ന് പറയുമ്പോൾ ജനസംഖ്യ വലുപ്പം, ജനസാന്ദ്രത, ജനസംഖ്യ വളർച്ച, ജനസംഖ്യ ഘടന, ഇതൊക്കെ നമുക്ക് എന്താണ് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് അവിടെ ഗണപരമായ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഗണപരമായിട്ട് നമുക്ക് കാണാൻ പറ്റിയ 4 വിഭാഗങ്ങളാണ്. ഒന്ന് ജനസംഖ്യയുടെ വലിപ്പം കാണാൻ പറ്റും, ഓരോ പ്രദേശത്ത് എത്ര ആളുകൾ തിങ്ങി താമസിക്കുന്നുണ്ട് എന്നുള്ളതിന് ജനസാന്ദ്രത അത് കാണാൻ പറ്റും. ആ പ്രദേശത്ത് ജനങ്ങൾ വളരുക അല്ലെങ്കിൽ എണ്ണം കൊണ്ട് വളരുകയാണോ കുറയാണ്, അതാണ് ജനസംഖ്യ വളർച്ച എന്ന് പറയുന്നത്. ദെൻ ആ ഘടന, അതിൽ സ്ത്രീകൾ എത്ര, പുരുഷന്മാരെത്ര, കുട്ടികളെത്ര, തൊഴിൽ ചെയ്യുന്നവരെത്ര, തൊഴിലില്ലാത്തവരെത്ര, അതിൽ വാർദ്ധക്യം പ്രാപിച്ചവരെത്ര, അങ്ങനെ അതാണ് അതിൻ്റെ ജനസംഖ്യ ഘടന എന്ന് പറയും. ഇനി അതിൽ തന്നെ ജനസംഖ്യ വളർച്ച എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ അവിടെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, ജനന നിരക്കും മരണനിരക്കും. ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര ആളുകൾ മരിച്ചു അതുപോലെ എത്ര ആളുകൾ ജീവിച്ചു എന്ന് പറയുന്ന ആ ഒരു കണക്കാണ് ജനന മരണ നിരക്ക് എന്ന് പറയുന്നത്. ദെൻ ജനസംഖ്യ ഘടന എന്ന് പറയുന്നിടത്ത് അതിന് പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാതം, തൊഴിൽ പങ്കാളിത്ത നിരക്ക്, ആശ്രയത്വ നിരക്ക് എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ ജനസംഖ്യ ഘടന എന്ന് പറയുന്നത്.
അതാണ് ഇത് ഗണപരമായ. ഈ ഗണപരമായ എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് എണ്ണുവാനും തിട്ടപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഗുണപരമായ ഘടകം എന്ന് പറയുമ്പോൾ നമുക്കത് എന്താ ചെയ്യാൻ പറ്റില്ല, എണ്ണാനോ അതല്ലെങ്കിൽ ക്വാണ്ടിറ്റി അളക്കാൻ പറ്റില്ല. അതൊരു ക്വാളിറ്റേറ്റീവ് പ്രോസസ്സാണ്. അപ്പോൾ അതിന് പറയുന്ന രണ്ട് ഭാഗമാണ് വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും. ഒരാളെ കാണുമ്പോൾ നമുക്ക് അയാൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അയാൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാവർത്തിക മണ്ഡലത്തിൽ മുന്നേറുമ്പോഴേ നമുക്കതിൻ്റെ ക്വാളിറ്റി അളക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവിടെ വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവുമാണ് അതിൻ്റെ ഗുണപരമായ സ്വാധീന ഘടകങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സാക്ഷരതാ നിരക്ക്, സാക്ഷരർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞതാണ്, ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് മിനിമം എഴുതുവാനും വായിക്കുവാനുള്ള ക്വാളിറ്റിയാണ് അവിടെ സാക്ഷരത, ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ആ ലിറ്ററസി തന്നെയാണ് അവിടെ എയിം ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ആരോഗ്യ പരിപാലനം എന്നുള്ളിടത്ത് അതിൻ്റെ ആയുർദൈർഘ്യം എന്നുള്ളതാണ് പറയുന്നത്. ഒരാൾ എത്ര വയസ്സ് വരെ ജീവിക്കുന്നു എന്നുള്ളതിനെയാണ് അവിടെ അടിസ്ഥാനമാക്കുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗത്ത് പറയുന്നത് ജനസംഖ്യ കണക്കെടുപ്പാണ്. ഈ ഒരു ടോപ്പിക്ക് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏകദേശം നമ്മുടെ വീടുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ 10 വർഷത്തിലൊരിക്കൽ ഒരു ജനസംഖ്യ കണക്കെടുപ്പുമായിട്ട്, കാനേഷുമാരി കണക്കെടുപ്പുമായിട്ടൊക്കെ ചില അധ്യാപകർ അതല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽസൊക്കെ വരുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുണ്ടാവും. ഈ ഒരു അടുത്ത കാലത്തൊന്നും ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം ഒരു 2019 അല്ലെങ്കിൽ 2018 മുൻപ്, 2011 അത് അവസാനമായിട്ട് വന്നിട്ടുള്ളത്. ഓരോ 10 വർഷം കൂടുമ്പോൾ, ഇപ്പോൾ 2011 അത് വന്നത് എങ്കിൽ പിന്നീട് വരേണ്ടത് 2021 ആ ഒരു സമയത്തൊക്കെയാണ് നമ്മുടെ ഇവിടെ കോവിഡ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്തുണ്ടായിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു 10 വർഷത്തെ ജനസംഖ്യ കണക്കെടുപ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും സർക്കാരുകൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കണക്കെടുപ്പ് നടത്താനൊക്കെ വേണ്ടിയിട്ട് മുന്നൊരുക്കം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഈ ജനസംഖ്യ കണക്കെടുപ്പ് എന്ന് പറയുന്നിടത്ത് ഇവിടെ പറയുന്നുണ്ട്, ഓരോ 10 വർഷം കൂടുമ്പോഴും രാജ്യത്ത് കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷനാണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത്തരം കണക്കെടുപ്പുകളൊക്കെ നടത്തുന്നത് ഇവരാണ്. ഈ ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ പഠന ശാഖയാണ് ജനസംഖ്യാ ശാസ്ത്രം, അതല്ലെങ്കിൽ ഡെമോഗ്രഫി എന്ന് പറയും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു ലോക ജനസംഖ്യാ ദിനമായിട്ട് ജൂലൈ 11 ഇവിടെ ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത്. അത് എന്തുകൊണ്ട് ജൂലൈ 11 എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 1987 ജൂലൈ 11 ലോകത്തെ ആകെ ജനസംഖ്യ 500 കോടിയായിട്ട് തികഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ റൗണ്ട് ഫിഗറിലേക്ക് എത്തിയപ്പോഴാണ്, അത് എത്തിയതിൻ്റെ കാരണമായിട്ടാണ് നമ്മൾ ജൂലൈ 11 എന്ത് ചെയ്യുന്നത്, ഈ ഒരു അന്താരാഷ്ട്ര പോപ്പുലേഷൻ ഡേ ആയിട്ട് നമ്മളിവിടെ ആചരിക്കുന്നത് എന്നുള്ളതാണ്. ജനസാന്ദ്രത, ഒരു നിശ്ചിത ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ശരാശരി എണ്ണത്തെയാണ് ജനസാന്ദ്രത എന്ന് പറയാം. അതിന് മനസ്സിലാക്കേണ്ടത് ചെറിയ ഒരു ഇടം, ചെറിയൊരു പ്രദേശമാണ്, അതിലെന്തുണ്ട്, ധാരാളം ജനങ്ങൾ തിങ്ങി താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെന്ന് പറയാൻ പറ്റും, ആ പ്രദേശത്ത് ആ ഒരു ഏരിയയിൽ ജനസാന്ദ്രത കൂടുതലാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. പ്രായഘടന, ജനസംഖ്യയെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിച്ചുകൊണ്ട് ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പും എത്രയെന്ന് ആനുപാതികമായിട്ട് വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ ടോട്ടൽ ജനസംഖ്യ ഉണ്ടാവും, അതിൽ ഓരോരുത്തർ, സ്ത്രീ എത്ര, പുരുഷൻ എത്ര, കുട്ടികൾ എത്ര, വിദ്യാഭ്യാസം നേടുന്നവരെത്ര, പ്രായമുള്ളവരെത്ര, അങ്ങനെ ഇതാക്കുക. അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 100 കുട്ടികളാണുള്ളതെങ്കിൽ അതിൽ ആൺകുട്ടികൾ എത്ര, പെൺകുട്ടികൾ എത്ര, ഓക്കെ, അങ്ങനെ ഓരോന്നും ഘടന പഠിക്കുന്ന കുട്ടികൾ, നല്ലോണം ഹൈ ക്വാളിറ്റേറ്റീവായിട്ട് പഠിക്കുന്ന കുട്ടികൾ എത്ര, തീരെ പഠിക്കാത്ത കുട്ടികൾ എത്ര, അങ്ങനെ ഒരു ആനുപാതികമായിട്ടുള്ള കണക്കാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രായഘടന എന്ന് പറഞ്ഞാൽ ടോട്ടൽ ജനസംഖ്യയിൽ നിന്ന് ജനസംഖ്യയെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ച് അതിലുള്ള ഒരു ആനുപാതിക കണക്കാണ്. തൊഴിൽ പങ്കാളിത്ത നിരക്ക്, 0 മുതൽ 15 വരെ ഉള്ള ആ ഒരു പ്രായം കുട്ടികളാണ്. ഇതിന് ഏകദേശം 60 അല്ലെങ്കിൽ 55 വയസ്സ് മുതലുള്ള ഒരു മുതിർന്ന പ്രായക്കാരാണ്. അപ്പോൾ ഈ 2 തരക്കാരും പാടെ ഉള്ള ആളുകൾ തൊഴിൽ വളരെ അപൂർവമായിട്ടാണ് ചെയ്യുക. അപ്പോൾ ഈ 2 വിഭാഗം ആളുകൾ ടോട്ടൽ പോപ്പുലേഷനിൽ എത്രയാണ് എന്നുള്ളതാണ് പറയുന്നത്. അവിടെ പറയുന്നുണ്ട് 15 മുതൽ 59 വയസ്സ് വരെ ഇടയിൽ പ്രായമുള്ള തൊഴിലുള്ളവരും തൊഴിൽ അന്വേഷകരുമായിട്ടുള്ളവരുടെ എണ്ണവും ഇത് ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതമാണ്.
അപ്പോൾ ആകെ ജനസംഖ്യയിൽ 15 വയസ്സിന് താഴെയുള്ളവരെത്ര, ആകെ ജനസംഖ്യയിൽ 59-ന് മുകളിലുള്ള ആളുകൾ എത്ര. ഓക്കെ, അവരുടെ ആ ഒരു അനുപാതമാണ്, ടോട്ടൽ ജനസംഖ്യയിലുള്ള അനുപാതമാണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക് എന്ന് പറയുന്നത്. ദെൻ ആശ്രയത്വ നിരക്ക്. ഓക്കെ, 15 വയസ്സ് വരെയും 60 വയസ്സിന് മുകളിലുള്ള ആളുകളും എന്താണ്, ഇവർക്ക് ഒറ്റക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെന്താണ്, മക്കളെയോ അതല്ലെങ്കിൽ മറ്റുള്ളവരെയോ ആശ്രയിച്ച് കഴിയുന്നവരാണ്, അച്ഛനമ്മമാരെയോ മക്കളെയോ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അപ്പോൾ അവരെന്താണ്, അത്തരം ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ ടോട്ടൽ ജനസംഖ്യയിൽ എത്രയുണ്ട് എന്ന് പറയുന്ന ആനുപാതിക കണക്കാണ് അവിടെ ആശ്രയത്വ നിരക്ക് എന്ന് പറയുന്നത്. മാനവ വിഭവശേഷി വികസനവും വിദ്യാഭ്യാസവും എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു മാനവ വിഭവശേഷി എന്താണെന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ ആരോഗ്യ തൊഴിൽ ചെയ്യാൻ പറ്റുന്ന മാനസിക കഴിവിനെയാണ് മാനവ വിഭവശേഷി എന്ന് പറയുന്നത്. അപ്പോൾ അതും വിദ്യാഭ്യാസവും എന്താണ്, അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം ഈ മനുഷ്യന് ഈ ജോലി ചെയ്യാനുള്ള കഴിവും അല്ലെങ്കിൽ അതിൻ്റെ എബിലിറ്റിയും ക്വാളിറ്റിയും ഒക്കെ കിട്ടുന്നത് ഏതിലൂടെയാണ്, വിദ്യാഭ്യാസത്തിലൂടെയാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസം എങ്ങനെ മാനവ വിഭവശേഷി ഉയർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ വ്യക്തികളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു, അവർക്ക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നു, അതിലൂടെ മികച്ച തൊഴിലുകൾ അവർ നേടിയെടുക്കുന്നു, മികച്ച വരുമാനം അവർ ഉണ്ടാക്കിയെടുക്കുന്നു, വരുമാനം വർദ്ധിക്കുന്നതിലൂടെ ജീവിത നിലവാരം അവരുടെ ഉയരുന്നു, അത് മുഖാന്തരം അവർക്ക് ഒരു സാമ്പത്തിക അടിത്തറ, സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നു. അപ്പോൾ വിദ്യാഭ്യാസം നേടുമ്പോൾ എന്താണ്, നമ്മൾ ആ പഠിച്ചു വളരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല തൊഴിൽ കിട്ടും, ആ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാവീണ്യം അവരെന്താണ് നേടിയെടുക്കും, നല്ല ശമ്പളം കിട്ടും, ജീവിത നിലവാരം അവർ മെച്ചപ്പെടുത്തും, അതുകൊണ്ട് എന്താണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ജീവിതം അവർ കെട്ടിപ്പടുക്കുമ്പോൾ സമ്പത്ത് നമ്മളെന്താണ് അവർക്ക് സ്വരൂപിച്ച് വെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവിടെ പറയുന്നുണ്ട് ഇത്തരം വിദ്യാഭ്യാസത്തിലൂടെ മാനവ വിഭവശേഷി കൈവരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി ആ വിദ്യാഭ്യാസത്തിനായിട്ട് എന്തുണ്ട്, പല പല പദ്ധതികളൊക്കെ എന്താണ് സർക്കാരുകൾ പലതരത്തിലുള്ള, ഇന്ത്യ സർക്കാരായാലും അതുപോലെ കേരള സർക്കാരായാലും പലതരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിലെ 3 അല്ലെങ്കിൽ 4 പദ്ധതികളെയാണ് അവിടെ പറയുന്നത്. SSA, RMSA, റൂസ, സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന 4 പദ്ധതികളാണ് അവിടെ പറയുന്നത്. അതിൽ സർവ ശിക്ഷാ അഭിയാൻ SSA ചിലപ്പോൾ ഫുൾ ഫോം ചെയ്താണ്ടാവും. SSA എന്ന് പറഞ്ഞാൽ സാർവത്രികമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടണം. അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ഓരോ കുട്ടിയും ഇന്ത്യയിൽ നിർബന്ധിതവും സൗജന്യപരമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ മൗലിക അവകാശത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഈ പദ്ധതി പ്രകാരം മെച്ചപ്പെടുത്തുന്നുണ്ട്. ദെൻ RMSA രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നു. അത് ഏകദേശം സെക്കൻഡറി വിദ്യാഭ്യാസ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്, ഹൈസ്കൂൾ പദ്ധതിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അതിലൂടെ മെച്ചപ്പെടുത്തുന്നുണ്ട്. ദെൻ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന റൂസ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുക, +2 ആൻഡ് എബവ് എന്നാണ് അവിടെ പറയുന്നത്. സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നുള്ളതാണ് സർവ ശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും സംയോജിപ്പിച്ച് രൂപീകരിച്ചാണ്. ആദ്യത്തെ 2 പദ്ധതികൾ ഒരുമിപ്പിച്ച്, അതല്ലെങ്കിൽ ചെറിയ പ്രൈമറി തലവും പിന്നെ അതേപോലെ ഹൈസ്കൂൾ തലവും പാടെ ഒരുമിപ്പിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ വന്ന പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത്. പ്രീ പ്രൈമറി മുതൽ 12 വരെ ക്ലാസ്സിലൂടെ കാര്യങ്ങളാണ് ഇതിലൂടെ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ മാനവ വിഭവശേഷി വികസനവും ആരോഗ്യ പരിപാലനവും എന്ന് പറയുന്ന ഭാഗത്ത് വീണ്ടും പറയാണ്. ഇതിൽ മാനവ വിഭവശേഷി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ആരോഗ്യ പരിപാലനം കൂടി വരുമ്പോൾ എന്താണ് ആരോഗ്യം എന്നുള്ളതിനെ കുറിച്ച് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു നിർവചനം കൊടുക്കുകയാണ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. മനസ്സിനും വേണം ശരീരത്തിനും എന്തുണ്ട്, ഒരു സ്ഥിരമായിട്ട് സ്ഥായി ആയിട്ടൊരു സുഖം, അതല്ലെങ്കിൽ ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ആളൊരു ഹെൽത്തി പീപ്പിളാണ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി മാൻ ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ആരോഗ്യരംഗത്ത് ചികിത്സാ സംവിധാനം ഒരുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അതിലേറ്റവും
താഴെ തട്ടിലുള്ളതാണ് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ, അതിൻ്റെ മുകളിലുള്ളതാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അതിൻ്റെ മുകളിൽ വരുന്നതാണ് സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ദെൻ ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളൊക്കെ. അതെന്താണ്, അതിനൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ആരോഗ്യ ഉപകേന്ദ്രങ്ങളായിട്ടാണ് പറയാം. ഇനി ഇതിൽ ആരോഗ്യ പരിപാലനം കൊടുക്കുന്നതിലൂടെ എങ്ങനെ നമുക്ക് എന്താണ് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിത നിലവാരം, അതിൽ മാനവ വിഭവശേഷി ഉയർത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ആരോഗ്യ പരിപാലനം, നല്ല ആരോഗ്യം കിട്ടുമ്പോൾ അവൻ്റെ ആയുർദൈർഘ്യം, ആയുസ് വർദ്ധിക്കുന്നുണ്ട്. ആയുസ് വർദ്ധിക്കുമ്പോൾ അതിൽ നല്ലൊരു ഭാഗം അദ്ദേഹത്തിന് അധ്വാനശേഷി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിലൂടെ അദ്ദേഹത്തിന് എന്താണ് ആരോഗ്യം നിലനിർത്തുന്നത് വഴി നല്ലൊരു കാര്യക്ഷമത കൂട്ടുവാനും ഉൽപാദനം വർദ്ധിപ്പിക്കാനും കഴിയുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങൾ ശരിയായിട്ട് വിനിയോഗിക്കാനും കഴിയുന്നുണ്ട്. ചികിത്സാ ചെലവ് കുറയ്ക്കുന്നുണ്ട്. കാരണം അവർ അധ്വാനിക്കുമ്പോൾ എന്തുണ്ട്, ശരീരം ചുമ്മാ നിൽക്കുകയല്ലല്ലോ. അപ്പോൾ എന്താണ് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് എന്താണ് ചികിത്സാ ചെലവ് കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചികിത്സാ ചെലവ് താരതമ്യേന കുറയുമ്പോൾ വരുമാനം താഴാതെ നിൽക്കുന്നുണ്ട്, വരുമാനം വർദ്ധിക്കുന്നുണ്ട്. ആ വരുമാനം വർദ്ധിക്കുന്നതിലൂടെ ജീവിത നിലവാരം ഉയരുന്നുണ്ട്. അതോടൊപ്പം സാമ്പത്തിക വികസനം അദ്ദേഹത്തിന് കൈവരിക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് ആരോഗ്യം ഉണ്ടാകുമ്പോൾ, നല്ലൊരു ആരോഗ്യമുള്ള ഒരാളാവുമ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ മാനവ വിഭവശേഷിക്ക് നല്ല ഊന്നൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതിന് കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അധ്യായം 17 ആയിരുന്നു, ദേശീയ വരുമാനം, സാമ്പത്തിക വളർച്ച, മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നത് ദേശീയ വരുമാനം എന്താണ് എന്നുള്ളത് തന്നെയാണ്. ദേശീയ വരുമാനം നമ്മൾ പറഞ്ഞു, ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന ആകെ തുകയാണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് സാമ്പത്തിക വളർച്ച എന്താണ് എന്നുള്ളതാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് കണ്ട് വർധനവുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയാൻ പറ്റും, സാമ്പത്തിക വളർച്ച എന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ മാനവ വിഭവശേഷി എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. മനുഷ്യൻ്റെ കായികവും മാനസികവുമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിനെയാണ് മാനവ വിഭവശേഷി വികസനം എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. ഇതാണ് കാതലായിട്ട് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നോക്കിയത്. പിന്നീട് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വരുമാനം കണക്കാക്കാൻ ഒരു പ്രധാനമായിട്ട് 3 രീതികളുണ്ട് എന്ന് പറഞ്ഞു. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി, എങ്ങനെ 3 രീതികളിലൂടെയാണ് നമ്മൾ വരുമാനം കണക്കാക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ആ വികസന സൂചികകൾ, സാമ്പത്തിക വളർച്ച എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വികസന സൂചികകൾ ഏതൊക്കെയാണെന്ന് നോക്കി. അതിൽ തന്നെ മാനവ വിഭവശേഷി വികസനം, അതിന് 2 തലങ്ങളുണ്ട്. ഗുണപരമായിട്ടുള്ള തലവുമുണ്ട്, ഗണപരമായിട്ടുള്ള തലങ്ങളും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് നോക്കി. പിന്നീട് നമ്മൾ ജനസംഖ്യ കണക്കെടുപ്പുമായിട്ടാണ് ബന്ധപ്പെട്ട് നോക്കി. അതായത് ജസ്റ്റ് ആ ജനസംഖ്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ശാഖ ഏതാണ് എന്നും അതോടൊപ്പം തന്നെ അവർ എത്ര വർഷം കൂടുമ്പോഴാണ് ജനസംഖ്യ കണക്കെടുപ്പ് എടുക്കുന്നത് എന്ന് നമ്മൾ നോക്കി. ദെൻ ജനസാന്ദ്രത, പ്രായഘടന, തൊഴിൽ പങ്കാളിത്ത നിരക്ക്, ആശ്രയത്വ നിരക്ക് എന്നിവ എന്തെല്ലാമാണ്, അതല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ടേംസ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മാനവ വിഭവശേഷിക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസം ഊന്നൽ നൽകുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെയാണ് മാനവ വിഭവശേഷി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുക എന്നും നമ്മൾ നോക്കി. അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസം ഉയർത്താൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും SSA, RMSA, റൂസ അല്ലെങ്കിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന 4 പ്രധാനപ്പെട്ട പദ്ധതികൾ ഉണ്ടെന്ന് നോക്കി. പിന്നീട് നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അതിലൂടെ ആരോഗ്യം നമുക്ക് സമ്മാനിക്കുന്ന, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഓരോരോ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ മുതൽ അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് വരെ നീണ്ടു നടക്കുന്ന ഒരു ആശുപത്രി ശൃംഖലകൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ആരോഗ്യ പരിപാലനം, മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാകുന്നതിലൂടെ മാനവ വിഭവശേഷി എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താമെന്നും അതിലൂടെ എങ്ങനെ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുമാണ് നമ്മൾ അത്തരം ഒരു ചെറിയൊരു പോർഷൻസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മുഴുവൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു അധ്യായത്തിൽ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.